വലൈക്കും സ്സലാം. വെരി ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. കാരണം നല്ല മഴയാണ്, തണുപ്പാണ്, കിടക്കേണ്ടവർക്കൊക്കെ കിടന്നുറങ്ങാല്ലേ. പക്ഷെങ്കിൽ നമ്മളുടെ ഒരു സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു പേർപ്പസിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ മക്കൾക്കും അതേ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും ഞാൻ നന്ദി അറിയിക്കാണ്, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാണ്. അതോടൊപ്പം വലിയൊരു എന്താ പറയാ കൺഗ്രാറ്റുലേഷൻ നിങ്ങൾ എടുത്തിട്ടുള്ള ഈ ഒരു എഫേർട്ടിന്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഒരു തീം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക, ഫൈൻഡ് യുവർ ഇന്നർ കോളിംഗ് എന്നുള്ളതാണ്. സോ ഐ യു റെഡി? നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ യു റെഡി? ഓക്കെ, ഗുഡ്. ആദ്യം നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. ഓക്കെ, വെരി വെൽ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തുവിടാവുന്നതാണ്. നിങ്ങളുടെ മൂക്കിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും ഉള്ളിലേക്ക് ആവാഹിക്കുന്ന രീതിയിൽ ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, എഗെയിൻ നല്ലൊരു ദീർഘമായിട്ടുള്ള ശ്വാസം മൂക്കിലൂടെ ഉള്ളോട്ടെടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ നമുക്ക് നല്ല ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും എല്ലാവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഓരോ അവയവങ്ങളിലേക്കും ആ ഒരു എനർജി എത്തുന്ന രൂപത്തിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വായിലൂടെ പതുക്കെ റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. നിങ്ങളിപ്പോ പൂർണ്ണമായിട്ടും റിലാക്സ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, പൂർണ്ണമായിട്ടുള്ള വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലേക്കും ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ കാല്, നിങ്ങളുടെ കാലിന്റെ ചെറുവിരൽ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളുടെ ഇരു കാലുകളുടെയും ചെറുവിരലുകൾ, തള്ളവിരൽ, കാൽപാദം, കണംകാൽ, മുട്ടിന്റെ ഭാഗം എല്ലാം പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം നിങ്ങളുടെ തുടയെല്ലുകള്, ഊരയിടുപ്പ്, ഊരയുടെ ഭാഗം, നിങ്ങളുടെ അരക്കെട്ട്, വയറിന്റെ ഭാഗം, നെഞ്ഞ്, പുറം എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ശേഷം ഷോൾഡേഴ്സ്, നിങ്ങളുടെ ഇരു ഷോൾഡറുകളും പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇരു കൈകളും, കൈമുട്ട്, കൈപ്പാദങ്ങൾ, ഉള്ളം കൈ എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗത്തേക്ക് വരാം. കഴുത്ത്, നിങ്ങളുടെ തലയുടെ ഭാഗം, മുഖം, തലയോട്ടി എല്ലാം പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഇതോടൊപ്പം നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള എല്ലാ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ്. ഓക്കെ, വെരി ഗുഡ്. ഇനി കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷനിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ്.
നിങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഇമോഷൻസിന് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്താവാനാണോ ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം നേട്ടങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നേടുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാവുന്നതാണ്. എന്തെല്ലാം നേട്ടങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളടുത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ വിജയങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും വിജയിച്ച ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരു വിജയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു വിജയിയായി മാറി ഇരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ. നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ നിങ്ങളാൽ ഉന്മേഷഭരിതരാവുന്നതും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിൽ അവർ ഇൻസ്പയർഡ് ആകുന്നതും നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ, നിങ്ങളുടെ ഗുരുക്കന്മാർ, നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്നവർ, ഇവരെല്ലാം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വല്ലാതെ അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങള് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അവരെല്ലാം അഭിമാനപൂർവ്വം നിങ്ങളിലേക്ക് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇമോഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, നിങ്ങളാൽ അവർ സ്വയം എല്ലാം നിങ്ങൾക്ക് പതിയെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അതിനെ വീണ്ടും വീണ്ടും വലിയൊരു ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, കുറച്ച് സമയം നിങ്ങൾക്ക് അതിൽ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. ഞാൻ 10 വരെ എണ്ണുമ്പോഴേക്കും പൂർണ്ണമായിട്ടും നിങ്ങൾ മെഡിറ്റേഷനിൽ നിന്നും തിരിച്ചു വരുന്നതാണ്. 1, 2, go down, 8, 11, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തുവിട്ട് കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്പി റിലാക്സ് ആയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചു വരാം. വെരി ഗുഡ്, സൂപ്പർ. തിരിച്ചു വന്ന ആളുകളൊക്കെയും ഉടനെ വീഡിയോ മോഡിൽ വരായിരുന്നു. തിരിച്ചു വന്നവരൊക്കെ പെട്ടെന്ന് വീഡിയോ മോഡിൽ വരിക. ഓക്കെ, പെട്ടെന്ന് വീഡിയോ മോഡിൽ വരിട്ടോ മക്കളെ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എനർജിയാണ് ഇന്നത്തെ ഈ ഒരു സെഷന് ഏത് രീതിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്. സോ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഓരോ ഇതേയും നിങ്ങളുടെ വൈബ്രേഷൻ ആണ് ഇന്നത്തെ സെഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പ്രസന്നമായ മുഖത്തോട് കൂടിയിട്ട് എല്ലാവരും വീഡിയോ മോഡിൽ തന്നെ വന്നിരിക്കുക. പിന്നെ
സ്ഥിരമായിട്ട് വീഡിയോ മോഡിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. നമ്മൾ ഫുൾ ആക്റ്റീവായി ഫുൾ വൈബ്രേഷനോട് കൂടിയിട്ട് വീഡിയോ മോഡിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ട്, ഒരു എനർജി ഉണ്ട് അല്ലെ. അതൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അതൊക്കെ ഫീൽ ചെയ്യണം എന്നുള്ളവരും തീർച്ചയായിട്ടും വീഡിയോ മോഡിൽ വരിക. വെരി ഗുഡ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മളുടെ തീം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക എന്നുള്ളതാണ്. ഫൈൻഡ് യുവർ ഇന്നർ കോളിംഗ്. ആക്ച്വലി നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളിലും അതിമനോഹരമായിട്ടുള്ള കഴിവുകളുണ്ട് അല്ലെ. അതിമനോഹരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കഴിവുകള് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളിലുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ കഴിവുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടാവും, ചില ആളുകൾ ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ്, എങ്ങനെ ആയിരിക്കണം ഞാൻ എന്നതിനെ കുറിച്ചിട്ടൊന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സോ എന്നോട് പറയാനുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. സോ ഇന്നത്തെ ടോപ്പിക്കില് ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. സോ നമ്മുടെ ഇന്നർ കോളിംഗ്, നമ്മുടെ ഉൾവിളി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അതേപോലെ നമ്മളുടെ വഴി എന്താന്നുള്ളത്, ചൂസ് മൈ വേ വിത്ത് കോൺഫിഡൻസ് എന്നുള്ളതും, കോൺഫിഡന്റ് ആയിട്ട് നമ്മളുടെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ നമ്മളുടെ ഒരു ഇന്നത്തെ സെഷന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അത് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഇസ് ദ ഇന്നർ കോളിംഗ്? ആക്ച്വലി ഇന്നർ കോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾവിളി എന്നാല് നമുക്കുള്ളിൽ നിന്നിട്ടുള്ള നമ്മുടെ ശബ്ദം തന്നെയാണ് നമ്മുടെ ഇന്നർ കോളിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കുള്ളിലും അതിമനോഹരമായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള, ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന അതിമനോഹരമായിട്ടുള്ള കഴിവുകള്, അതിമനോഹരമായിട്ടുള്ള ശബ്ദങ്ങള് നമുക്ക് ഓരോരുത്തർക്കുള്ളിലുണ്ട്. സോ ആ ശബ്ദത്തെയാണ് നമ്മൾ ഇന്ന് തിരിച്ചറിയാൻ പോകുന്നത്. Are you ready? Yes. ഓക്കെ, വെരി ഗുഡ്. ആ ഒരു എനർജി നമുക്ക് ഇങ്ങനെ ഫുൾ വൈബ്രേഷനോട് കൂടിയിട്ട് ഇങ്ങനെ ഈ ഒരു സെഷന് നിറഞ്ഞു നിൽക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഫുൾ ഓൺ ആയിട്ടിരിക്കണം. വെറുതെ ഇങ്ങനെ ഉറക്കപ്പിച്ചതിൽ വന്ന് എണീറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നതാവരുത്. നമ്മൾ നേരത്തെ 5 മണിക്ക് എണീറ്റിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആയി മാറണം അല്ലെ. അപ്പൊ എന്താ ആ ഒരു ഫുൾ വൈബ്രേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാറ്റിൽ എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളെ വൈബ്രേഷൻ കംപ്ലീറ്റ് എനിക്ക് ചാറ്റിൽ കാണാൻ പറ്റണം. ഞാൻ എന്തൊക്കെയാണോ സംസാരിക്കുന്നത് അപ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് ചാറ്റിൽ ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കണം. ഓക്കെ, അങ്ങനെ ഫുൾ വൈബായിട്ട് പോകണം നമുക്ക് നമ്മുടെ ഈ ഒരു 5 AM സെഷൻ എന്നുള്ളത്. നിങ്ങൾക്ക് തംസ് ഇട്ടിട്ടും ഓക്കെ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ പല രീതിയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കമന്റ്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ആത്മാവ് പറയുന്നുവോ അതാണ് ആക്ച്വലി ഇന്നർ കോളിംഗ് എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവ് പറയുന്നത് എന്താണോ അതാണ് ആക്ച്വലി യുവർ ഇന്നർ കോളിംഗ് എന്നുള്ളത്. സോ അതിനെ നമ്മൾ ഇന്ന് പിക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്, അതിനെ നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ, then Okay. വെരി ഗുഡ്. സോ നമ്മള് ചെറിയ രീതിയിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാവരുടെ കയ്യിലും പെന്നും പുസ്തകവും ഉണ്ടല്ലോ അല്ലെ. പ്രത്യേകം പറയാനുള്ളതാണ്, നമ്മളുടെ എല്ലാ പ്രോഗ്രാംസിനും നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും പുസ്തകവും കയ്യിൽ വേണം. അത് ആസ് എ സ്റ്റുഡന്റ്, ആസ് എ വിസ്ഡം സീക്കർ എന്നുള്ള രീതിയിൽ, ആസ് എ സൂപ്പർ ടീം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, ഇനിയിപ്പോ ക്ലാസ് കേൾക്കാൻ പോവായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവായിക്കൊള്ളട്ടെ, എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും പുസ്തകവും വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തക പേജുകളിലേക്ക് അപ്പം എഴുതിയെടുക്കാൻ പറ്റണം, പകർത്തിയെടുക്കാൻ പറ്റണം. നിങ്ങളുടെ മനസ്സിലുള്ളത് ചിലപ്പം ഒരുപാട് സമയമൊന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ നിന്നോളുന്നില്ല. ചില
നല്ല യുണീക്ക് ആയിട്ടുള്ള വിസ്റ്റംസ്, നല്ല അടിപൊളിയായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വിസ്റ്റംസ് നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നോളണമെന്നില്ല. അത് ചില സമയങ്ങളിൽ പെട്ടെന്ന് മിന്നി മറിയുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള വിസ്റ്റംസ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അത് നിങ്ങളുടെ ഡയറിയിലേക്കോ നിങ്ങളുടെ നോട്ട് പാഡിലേക്കോ അത് എഴുതിയെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആക്കി മാറ്റും. ലൈഫിൽ ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു പുസ്തകവും പെന്നും ഉണ്ടായിരിക്കുക. നമ്മുടെ സ്വന്തമായിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു പുസ്തകവും പെന്നും ഉണ്ടായിരിക്കുക. അതിൽ നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. എനിക്ക് എന്റെ മക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകൾക്ക് പോവുകയാണെങ്കിൽ, കാരണം ക്ലാസ്സുകളിൽ നിന്നിട്ട് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അല്ലെ, പല ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. സോ അതൊക്കെ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് തോന്നുന്നതൊക്കെ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്കൊരു 5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട 5 ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഉൾവിളി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാക്ടീസും കൂടിയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉൾവിളി എന്താണ് എന്നുള്ളതിനല്ല നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ഉൾവിളി എന്താണ്, നമ്മുടെ ഇന്നർ കോളിംഗ് എന്താണ് എന്നതിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 5 ക്വസ്റ്റ്യൻസും ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം അല്ലെ? ഐ യു റെഡി? ചാറ്റ് ബോക്സ് അറിയട്ടെ. യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി എന്താണ്? ബാക്കിയുള്ളവരൊക്കെ വീഡിയോ മോഡിൽ തന്നെ വരണേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി എന്താണ്? എഴുതുക. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്നിട്ട് എഴുതുക. ജോലി എന്ന് പറയുമ്പം നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ആ ഒരു ജോലിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോലി, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ്, നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജോലി? ചില ആളുകൾക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ആളുകളെ സെർവ് ചെയ്യാനായിരിക്കും, ചില ആളുകൾക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും, ചില ആളുകൾക്ക് കുറെ വായിക്കുക, ആ വായനയിലൂടെ കുറെ അറിവുകൾ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും, ചില ആളുകൾക്ക് ചിത്രങ്ങൾ വരക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി അത് എഴുതുക. എഴുതി കഴിഞ്ഞാല് ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് കാണിക്കുക കേട്ടോ. ഓക്കെ, മിസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞോ? ഇല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ചെയ്യുമ്പോൾ സമയം മറന്നു പോകുന്ന കാര്യം. ഞാൻ ചെയ്യുമ്പോൾ സമയം മറന്ന് ചെയ്യുന്ന കാര്യം. മനസ്സിലായോ? അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ സമയം പോയത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഫോൺ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതല്ല, നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ സമയം പോയത് നമ്മൾ അറിയാതെ നമ്മൾ ഷോക്കായി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഇപ്പം ചിലപ്പം നമ്മൾ എന്തെങ്കിലും പുസ്തകം വായിക്കുകയാണ്. സോ വായിച്ചുകൊണ്ട് ഇപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള പുസ്തകം, അതിൽ ലയിച്ച് നമ്മൾ അതിലിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോയത് അറിയൂല. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാവും നമ്മൾ അറിയാം, ഓ സമയം ഇത്ര ആയോ, 10 മണിയായോ, അല്ലെങ്കിൽ 9 മണിയായോ, ഇത്രയും പെട്ടെന്ന് സമയം പോയല്ലോ എന്നുള്ളതൊക്കെ. ചിലപ്പോൾ ഇതുപോലെ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയൂല. നിങ്ങളെപ്പോലുള്ള മക്കളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോയതേ ഞാൻ അറിയില്ല. ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ സമയം പോയത് അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.
ഓക്കെ, കഴിഞ്ഞവർക്ക് ഡൺ എന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? എനിക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ പ്രശംസ ലഭിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? എനിക്ക് ഇതുവരെയുള്ള ഒരു കാര്യം മാത്രല്ല, നിങ്ങൾക്ക് ഇതുവരെയുള്ള ജീവിതത്തില് പ്രശംസ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ചിലപ്പോ ഒന്നാവാം, ചിലപ്പോ ഒന്നിൽ കൂടുതലാവാം. നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞപ്പോ, ചിലപ്പോ നിങ്ങൾ എക്സാമിലൊക്കെ നല്ല വിജയം ഉണ്ടായപ്പോ നിങ്ങൾ ചുറ്റുള്ള ആളുകൾ നിങ്ങളെ പ്രശംസിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അധ്യാപകർ നിങ്ങളെ പ്രശംസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ചില ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചപ്പോ, എന്തെങ്കിലും നല്ല ആറ്റിറ്റ്യൂഡിനൊക്കെ ആളുകൾ പ്രശംസിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ just write down on your paper. Okay. Very good. Then next, ഞാൻ ആരെയെല്ലാമാണ് ഇൻസ്പയർ ആയി കാണുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇൻസ്പയർ ആയി കാണുന്ന കുറച്ച് പേഴ്സണാലിറ്റീസ് ഉണ്ടാവും അല്ലെ? അതാരൊക്കെയാണ്? അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇൻസ്പയർ ആയിട്ടുള്ള വ്യക്തികൾ. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെ ഒരു കാര്യം, അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, പാടില്ലെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്താണ്? ചെയ്യാൻ പാടില്ലെന്ന് അറിയാം, പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റെന്താണ്? ഏ വെരി ഗുഡ്. ദെൻ മാം ടീനപ്പിൽ ആരോ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ ടീനപ്പിന്റെ ഗ്രൂപ്പിൽ
ജസ്റ്റ് നോക്കട്ടെ. ഇതെന്ത് പറ്റിയാവോ? ലിങ്ക് ഓപ്പൺ ആണല്ലോ. അവരുടെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. അപ്പം നിങ്ങള് ക്വസ്റ്റ്യന് ആൻസർ ചെയ്തല്ലോ അല്ലെ? യെസ് മാം. വെരി ഗുഡ്. അപ്പം എഴുതി കഴിഞ്ഞവരൊക്കെ വീഡിയോ മോഡിൽ വരിക. നമ്മൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പം ആക്ച്വലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമ്മളൊന്ന് റിയലിസ്റ്റിക് ആയിട്ട് പേപ്പറിലേക്ക് പതിച്ചതാണ്. സോ അതിന്റെ ഉള്ളിലുണ്ട് നമ്മൾ എന്ന് പറയുന്നതിന്റെ ഒരു പ്യൂറസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഉൾവിളി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിപ്പോ എഴുതിയിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇനി അതില് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങള് കൂടെ ക്ലാരിറ്റി വരുത്തുമ്പോൾ നമ്മുടെ ഉൾവിളി എന്താന്നുള്ളതിന് നമുക്കിന് ഒരു റിയലൈസേഷൻ വരും. സോ അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓക്കെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അതൊന്നും ഇവിടെ ഷെയർ ചെയ്യും കൂടെ ചെയ്യാം. റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം ആര് ഷെയർ ചെയ്യും? ഓക്കെ, വെരി ഗുഡ്. ആദ്യം ആര് ഷെയർ ചെയ്യും? നമ്മുടെ ലിങ്ക് പെട്ടെന്ന് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ, അപ്പൊ പറയാട്ടോ. ഓക്കെ ഓക്കെ, നീത യു ക്യാൻ. യെസ്, ഒന്നോ രണ്ടോ ആളുകൾ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന്. ഫേവറേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് ആണ്. ഇപ്പൊ ടീനേജിൽ വന്നത് മുതലാണ് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നത്. അല്ലെങ്കിൽ എനിക്ക് പേടിയായിരുന്നു. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ചിലപ്പം അവിടെ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ ട്രാവലിങ്ങും ഫേവറേറ്റ് ആണ്. പിന്നെ സമയം പോയത് അറിഞ്ഞില്ല എന്ന് വെച്ചാ മാം പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി റീഡിംഗ് ആണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി വായിക്കുമ്പോൾ സമയം പോയത് അറിയലില്ല. പിന്നെ ലൈഫില് പ്രശംസ കിട്ടിയ കാര്യങ്ങള് സ്പോർട്സില്, പിന്നെ നമ്മുടെ ടീനേജിന്റെ പ്രോഗ്രാം കണ്ടിട്ട് കുറെ ആൾക്കാര് പറഞ്ഞിക്കണ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രശംസിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റഡീസില് പിന്നെ ആരെല്ലാണ് ഇൻസ്പയർഡ് ആയി കാണുന്നത്? തസ്നി മാമിനെയും പിന്നെ ഫൈസറിനെയും. പിന്നെ പാടില്ലെങ്കിലും വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോണിന്റെ അഡിക്ഷൻ ആണ്. അത് നമുക്ക് വേണ്ടെന്ന് അറിയാലോ, അത് പിന്നെ ഓവറായിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ് ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ടീച്ചിങ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ലിറ്റിൽ സ്റ്റാർ ഹോം സ്കൂളിംഗ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെയ്താലും ടൈം പോകുന്ന അറിയാത്തൊരു കാര്യം റീഡിങ് തന്നെയാണ്. പിന്നെ ടീച്ചിങ്ങും. പിന്നെ എനിക്ക് പ്രശംസ കിട്ടിയുള്ള കാര്യങ്ങള് എനിക്ക് LSS കിട്ടിയപ്പോ, അതേമാതിരി ടോപ്പ് ലിസ്റ്റ് കിട്ടിയപ്പോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ഇൻസ്പയർ ആയി കാണുന്നത് മാമിനെ തന്നെയാണ്. പിന്നെ എനിക്ക് ഇത് പറഞ്ഞ മാതിരി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിലും പിന്നെ പിന്നെ ചെയ്യുന്നത് ഓവർ ടൈം ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ചിന്തിച്ചിട്ടും ഒരു ക്ലാരിറ്റി വെക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ദെൻ ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ജീവിതം കൊണ്ട് ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്നുള്ളതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക.
ദെൻ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ കൂടുതൽ ആസ്വാദകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം ഞാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം. അതേപോലെ ഇപ്പം റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം നമ്മള് നമ്മുടെ ലൈഫിൽ എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ മരിക്കുന്ന സമയത്ത്, നമ്മൾ ജനിച്ച സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ടവര് ആഹ്ലാദത്തോടു കൂടി നോക്കി നിന്നു. ആ സമയത്ത് നമ്മൾ കരഞ്ഞിട്ടാണ് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്, അല്ലെ? നമ്മൾ കരഞ്ഞ് ഈ ലോകത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചു. ഇതേപോലെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടു കൂടി ഇവിടുന്ന് പോകാൻ പറ്റണം. നമ്മൾ ചുറ്റുമുള്ള ആളുകളൊക്കെ ഈ ലോകം മുഴുവനും കരയുന്ന ഒരവസ്ഥയില്, കരയ മീൻസ് അവർക്ക് നമ്മൾ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടയാളപ്പെടുത്തലുകളായിരിക്കണം. നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ആളുകള് നമ്മളെ വേദനയോട് കൂടിയിട്ട് നമ്മളുടെ വിയോഗത്തില് അവര് വേദനിക്കേണ്ടത്. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ രീതിയിലുള്ള അടയാളപ്പെടുത്തലുകൾ നമുക്ക് ഈ ലോകത്തേക്ക് കൊടുക്കാൻ പറ്റണം. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മളെ ചുറ്റിലുള്ള ലോകത്തെ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ ആ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് എന്ത് മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റം നമ്മളിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം റിയൽ ടീൻ റോൾ മോഡൽസ് ഒക്കെ നമ്മൾ ചുറ്റിലുണ്ട്, അല്ലെ? നമുക്കറിയാം മലാല യൂസഫ്സായി, അവരുടെ ഒരു ഇന്നർ കോളിംഗ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് എന്നുള്ളതായിരുന്നു. ഗേൾസിന് എഡ്യൂക്കേഷൻസ് തടയപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനില്, അല്ലെങ്കിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നിന്നിട്ട് ആ ഒരു മലാല യൂസഫ്സായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ആ ഒരു ലേഡി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള കഥ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. സോ മലാല യൂസഫ്സായുടെ ഇന്നർ കോളിംഗ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് എന്നുള്ളതായിരുന്നു. അതേപോലെ ഗീതാഞ്ജലി റായുടെയും ഇന്നർ കോളിംഗ് എന്ന് പറയുന്നത് സയൻസ് ഫോർ സോഷ്യൽ ഗുഡ് എന്നുള്ളതായിരുന്നു. സോ നമ്മളുടെ ഓരോരുത്തരുടെയും ഇന്നർ കോളിംഗ് എന്താന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് എഴുതുക, യുവർ നെയിം. അത് മലാല യൂസഫ്സായി എന്ന് എഴുതുക, പെട്ടെന്ന് എഴുതണേ, മലാല യൂസഫ്സായി എന്ന് എഴുതുക. അവരുടെ ഇന്നർ കോളിംഗ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. ഗീതാഞ്ജലി റാവു അവരുടെ ഇന്നർ കോളിംഗ് സയൻസ് ഫോർ സോഷ്യൽ ഗുഡ്സ്. ആൻഡ് നെക്സ്റ്റ് യുവർ നെയിം, നിത ഓർ സഫാന, അഫ്ന, ഷാമിയ. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് നിങ്ങൾ അവിടെ എഴുതുക. വാട്ട് ഈസ് യുവർ ഇന്നർ കോളിംഗ്? നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളുടെ ഇന്നർ കോളിംഗ് എന്താണ്, അതായത് നിങ്ങളുടെ ഉൾവിളി, നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നത് എന്താണ്, എന്തിനാണ് ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചിട്ടുള്ളത്, എന്താണ് എന്റെ പർപ്പസ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് എന്താ തോന്നുന്നത് നിങ്ങളുടെ ഹേർട്ടിനോട് നിങ്ങൾ ചോദിക്കുക. സോ ഇപ്പം ഭയങ്കര രീതിയിൽ നിങ്ങളുടെ ആൽഫ സ്റ്റേറ്റ് ഒക്കെ ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയമാണ്. സോ യു ജസ്റ്റ് ആസ്ക് ടു യുവർ ഹേർട്ട്, നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക എന്താണ് എന്റെ ഇന്നർ കോളിംഗ് എന്നുള്ളത്. ആൻഡ് യു ജസ്റ്റ് റൈറ്റ് ഓൺ യുവർ പേപ്പർ. നിങ്ങളുടെ ഒരു പേര് നിങ്ങൾ എഴുതി കൊടുത്ത് നിങ്ങളുടെ ഇന്നർ കോളിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, എന്റെ ഉള്ളിലെ വിളി എന്നെ കോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മൈ ഇന്നർ കോളിംഗ് മീ എന്ന് ചിന്തിച്ചുകൊണ്ട് ജസ്റ്റ് റിലാക്സ് ആയിട്ട് കാമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എഴുതുക. ഒരു 30 സെക്കൻഡ്സ് ഞാൻ തരാം, ജസ്റ്റ് പെട്ടെന്ന് എഴുതുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണോ അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ആൻഡ് ദീസ് വേർഡ്സ് ആർ യുവർ ഗോൾസ്. ആക്ച്വലി ആ വേർഡ്സ് ആയിരിക്കണം നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത്, എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്, യു ജസ്റ്റ് റൈറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോടെ തന്നെ പറയാ,
എന്റെ ഉള്ളിലെ വിളി, അതായത് എന്റെ ഇന്നർ കോളിംഗ് ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് എന്റെ ഇന്നർ കോളിംഗ്? ഉൾവിളി എന്താണ്? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞാൽ ഡൺ. ആ ഒരു ഇന്നർ കോളിംഗ് എന്താന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡൺ എന്ന് ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് എഴുതും. ഡൺ മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഫൈനലായിട്ട് നമ്മുടെ ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ എനിക്ക് ഫൈനലായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നത്. സോ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാവുന്നത്. സോ നിങ്ങൾക്ക് ഉള്ളിൽ അതിശക്തമായിട്ടുള്ള ഒരു വിളിയുണ്ട്. നിങ്ങളുടെ ഉള്ളില് അതിശക്തമായിട്ടുള്ള ഒരു ഇന്നർ കോളിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അതെന്താന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, അത് കേൾക്കുക, അതിൽ വിശ്വസിക്കുക, അതിനോടൊപ്പം പിന്തുടരുക. ഓക്കെ, വെരി ഓൾ ദി ബെസ്റ്റ് ടു ഓൾ. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓൺലി 1 മിനിറ്റ് മാത്രമാണുള്ളത്, പെട്ടെന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നു.